ഉണ്ട്. തിരുശേഷിപ്പുകളിൽ നിന്ന് പുണ്യം നേടാമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ മറ്റൊരു വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മതപരമായ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ശക്തമായി തന്നെ വാദിക്കുന്നു. പ്രവാചക തിരുശേഷിപ്പുകൾ ഇസ്ലാം മതത്തിനുള്ളിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന തർക്കവിഷയമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തിരുകേശം ഉൾപ്പെടെയുള്ള പ്രവാചക ശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കാശ്മീരിലെ ഹസ്രത് ബാൽ പള്ളിയിൽ ഉൾപ്പെടെ തിരുകേശമുണ്ട്. തിരുശേഷിപ്പുകൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും അതിൽ നിന്നും പുണ്യം നേടാമെന്നും സുന്നികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ വിശ്വസിക്കുന്നു. അതിന് മതഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ എടുത്തുകാട്ടിയാണ് ഈ വിഭാഗം വിശദീകരണം നൽകുന്നത്. പ്രവാചകർക്ക് ഒരുപാട് പ്രത്യേകതകളുള്ളതുപോലെ പ്രവാചകരുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ അതിനും ചില പ്രത്യേകതകളും ഭൗതികമായ പ്രതിഫലനങ്ങളുമുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണമായി പ്രവാചകരുടെ വിയോഗാനന്തരം തന്നെ ഇപ്പോൾ മുസ്ലിങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ബുഖാരി എന്ന നബിവചനങ്ങളുടെ സമാഹരിച്ച ഗ്രന്ഥം. അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രവാചകരുടെ അനുചരന്മാർ ഒരാൾക്ക് രോഗം വന്നാൽ പ്രവാചകരുടെ പത്നി ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ അടുക്കൽ സമീപിക്കും. അവരുടെ അടുക്കൽ ഒരു വെള്ളിയുടെ പാത്രത്തിൽ പ്രവാചകരുടെ ഏതാനും മുടികൾ സൂക്ഷിച്ചു വച്ചിരുന്നു. അപ്പം ആ മുടി അവരെടുത്ത് ഇവർ കൊണ്ടുവന്ന വെള്ളത്തിൽ മുക്കിക്കൊടുക്കും. അത് അവർ കുടിച്ചാൽ വക്കാനു യസ്തശ്ഫൂന ബിഹ, അതുകൊണ്ട് രോഗശമനം തേടാറുണ്ടായിരുന്നു എന്ന് ഉണ്ട്. അപ്പം ഈ തരത്തിൽ അപ്പോൾ ആ ഒരു മാനസികമായ ബന്ധം എന്നതിലുപരി തങ്ങളുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾക്ക് ഭൗതികമായി ചില പ്രതിഫലനങ്ങൾ കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ട് ലോകവ്യാപകമായി ഇന്നും ലോകത്ത് സൂക്ഷിക്കപ്പെടുന്ന ഇത്തരം തിരുശേഷിപ്പുകൾക്ക് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് മുസ്ലിം സമൂഹം കണക്കാക്കി പോരുന്നത്. തിരുശേഷിപ്പുകളുടെ ആധികാരികത ഉറപ്പാക്കുന്ന കൈമാറ്റ ശൃംഖലാരേഖ വേണമെന്ന കാര്യത്തിൽ ഇസ്ലാം മത പണ്ഡിതർക്ക് തർക്കമില്ല. 1400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പുകളുടെ കൈമാറ്റ ശൃംഖല പ്രവാചകനിൽ വരെ എത്തിച്ചേരണമെന്നും നിർബന്ധമുണ്ട്. പ്രവാചകന്റെ വസ്ത്രം, ഉപയോഗിച്ച മറ്റെന്തെങ്കിലും സാധനങ്ങൾ, ശരീരത്തിലെ മുടി ഉൾപ്പെടെ എല്ലാറ്റിനും ആദരമുണ്ട് എന്നാണ് മുസ്ലിമീങ്ങളിൽ മഹാഭൂരിഭാഗവും വിശ്വസിക്കുന്നത്. പക്ഷേ അത് പ്രാമാണികമായി അനിഷേധ്യമായ തെളിവുകളിലൂടെ തെളിയേണ്ടതുണ്ട്. ഒരു ശേഷിപ്പാണെങ്കിൽ 14 നൂറ്റാണ്ടായി പ്രവാചകൻ മരിച്ചു പോയിട്ട് അത് കൈമാറി വന്ന കൈമാറ്റ ശൃംഖല രേഖ വേണം. എങ്കിലേ പ്രവാചകൻ്റെ വാക്ക്, പ്രസ്താവം, പ്രവർത്തനങ്ങൾ, തിരുശേഷിപ്പുകൾ തുടങ്ങിയവയൊക്കെ സ്വീകരിക്കപ്പെടുള്ളൂ. എന്നാൽ ചരിത്രപരമായ വസ്തുതകൾ മുൻനിർത്തി തിരുശേഷിപ്പുകളിൽ നിന്ന് പുണ്യം നേടാമെന്ന അനുശാസനം മതവിശ്വാസത്തിന്റെ ഭാഗമല്ലെന്ന് ഇസ്ലാം മതത്തിനുള്ളിൽ തന്നെ ഒരു വിഭാഗം വാദിക്കുന്നു. ആ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതിന് മതകീയമായ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതൊരു ആചാര അനുഷ്ഠാനമായി പുലർത്തിപ്പോരുന്നതിൻ്റെ തെളിവോ നമുക്ക് ആധികാരിക ഗ്രന്ഥങ്ങളിലോ മറ്റോ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ പ്രവാചകൻ്റെ ശേഷിപ്പുകൾക്ക് ഒരു പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിപ്പോൾ ഹിജറയുടെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ മരണത്തിന് ശേഷമുള്ള 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ ആ നൂറ്റാണ്ടുകളുടെ ചരിത്രം വളരെ വിശദമായി ആധികാരിക ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് അൽ വാഖിദി, ഇബ്നു ഹിഷാം, ഇബ്നു ഇസ്ഹാഖ്, തൊബരി ഇവരൊക്കെ തന്നെ പ്രവാചക കാലഘട്ടത്തിൻ്റെ ചരിത്രവും പ്രവാചകൻ്റെ ചരിത്രവും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളവരാണ്. ഇമാം റാസിയെ പോലുള്ളവർ അവരുടെ വ്യാഖ്യാനത്തിൽ, ഇമാം റാസി കേവലം ഒരു ഖുർആൻ വ്യാഖ്യാതാവ് എന്നതിലുപരി ഒരു വലിയ ചരിത്രകാരനുമാണ്, ആധികാരിക ചരിത്രകാരനാണ്. അപ്പോൾ ഞാൻ ഈ പരാമർശിച്ച 4 or 5 ഏറ്റവും പ്രധാനപ്പെട്ട 4 ചരിത്രകാരന്മാരുടെ കൃതികളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഈ തിരുശേഷിപ്പുകളോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ കേശം, മുടിയൊക്കെ സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്നതിനോ അതിന് പള്ളി നിർമ്മിക്കുന്നതിനോ അതല്ലെങ്കിൽ അതൊരു മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നിലനിർത്തി പോരുന്നതിനോ ഒന്നും തന്നെ നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കില്ല. അതേസമയം കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളിൽ പ്രബല വിഭാഗമായ സുന്നികൾ തിരുശേഷിപ്പിൽ നിന്ന് പുണ്യം നേടാമെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇതിൽ ഇരുവിഭാഗം സുന്നികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ സാഹചര്യത്തിൽ കാന്തപുരത്തിന്റെ പക്കലുള്ള കേശത്തിന്റെ വിശ്വാസ്യതയാണ് എതിർപക്ഷം ശക്തമായി ചോദ്യം ചെയ്യുന്നത്. കേശത്തിന്റെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കിയാൽ അംഗീകരിക്കാമെന്ന നിലപാടാണ് EK വിഭാഗം സുന്നികളുടേത്. തിരുകേശ വിവാദം കേവലം വിശ്വാസ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്.
സുന്നി ഐക്യത്തിലൂടെ മുസ്ലിം സമുദായത്തിലെ പ്രബല വിഭാഗത്തെ സ്വന്തം കുടക്കീഴിലാക്കാമെന്ന മുസ്ലിം ലീഗിന്റെ സ്വപ്നത്തിന് തിരികേശ വിവാദം തിരിച്ചടിയായി. കാരണം സുന്നി ഐക്യത്തിന്റെ എല്ലാ സാധ്യതകളും കൊട്ടിയടച്ചുകൊണ്ടാണ് തിരികേശ വിവാദം കത്തിപ്പിടിച്ചത്. 1926 കേരളത്തിലെ സുന്നി വിഭാഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് രൂപം നൽകി സംഘടിത ശക്തിയായി മാറുന്നത്. പരിഷ്കൃത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു തുടങ്ങിയ പശ്ചാത്തലത്തിൽ പാരമ്പര്യ ഇസ്ലാമിന് തിരിച്ചടിയേൽക്കുമെന്ന ഘട്ടത്തിലാണ് സമസ്തയുടെ പിറവി. അങ്ങനെ വിശ്വാസപരമായും രാഷ്ട്രീയമായും സുന്നി വിഭാഗത്തിന്റെ മാർഗദർശിയായി തീർന്നു സമസ്ത. എക്കാലത്തും മുസ്ലിം ലീഗിന് പൂർണ്ണ പിന്തുണ നൽകി അവർക്കൊപ്പം സമസ്ത രാഷ്ട്രീയമായി അടിയുറച്ചു നിന്നു. 1989 സമസ്തയുടെ പണ്ഡിത പ്രമുഖരിൽ ഒരാളായ കാന്തപുരം AP അബൂബക്കർ മുസല്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി തെറ്റിപ്പിരിഞ്ഞു. സമസ്തയുടെ കൗൺസിൽ വിട്ടിറങ്ങിയ കാന്തപുരം 2 പതിറ്റാണ്ടുകൊണ്ട് സമസ്തയ്ക്ക് സമാന്തരമായി വളരുന്ന കാഴ്ചയാണ് വിശ്വാസ സമൂഹം കണ്ടത്. ആശയഭിന്നതയുടെ പിളർപ്പിൽ പണ്ഡിതന്മാരും പള്ളികളും മദ്രസകളും പങ്കുവയ്ക്കപ്പെട്ടു. അനുയായികൾ ഇരുഭാഗമായി അണിനിരന്നതോടെ കേരള മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം EK, AP എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി പിരിഞ്ഞു നിന്നു. വിശ്വാസ വൈകാരികത വാശിയായി മാറി. അതിനുശേഷം പ്രധാനമായും രണ്ട് ചേരിയിലായി നിന്ന് അവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അവരെ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തെ അടിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും അവർ പാഴാക്കാറില്ല. അങ്ങനെ അപ്പോൾ 89 ശേഷം ശരിക്കും സാമ്പത്തികമായ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ കാന്തപുരം വിജയിച്ചു. കാരണം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സായ മർക്കസ് കോംപ്ലക്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അപ്പം മതപരമായ മതത്തിൻ്റെ വൈജ്ഞാനികമായ തലങ്ങളിൽ മതത്തിൻ്റെ സാംസ്കാരികമായ തലങ്ങളിലുള്ള സംഭാവനകളെക്കാൾ ഉപരി അദ്ദേഹം നല്ലൊരു കോർപ്പറേറ്റ് മാനേജരാണ്. അല്ലെങ്കിൽ അദ്ദേഹം സാമ്പത്തികമായി സംഘടനയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി അതിലൂടെ അദ്ദേഹത്തെ സംഘടനയെ വളർത്തി. ഇത് സ്വാഭാവികമായും മറുപക്ഷത്തിന് ആ ഒരു നിലയ്ക്ക് വളരാൻ കഴിയാത്തതിൽ അവർക്കൊരു വലിയ അമർഷവും അതിനോടുള്ള ഒരു വിദ്വേഷവും ഒക്കെ അവർ വെച്ച് പുലർത്തിയിരുന്നു. അതിനേറ്റവും അനുയോജ്യമായ ഒരു അവസരമാണ് ഈ തിരുകേശ വിവാദവുമായി ബന്ധപ്പെട്ട് അത് മറുപക്ഷം ഉപയോഗിക്കുന്നത്. വർഷങ്ങൾ നീണ്ട തർക്കങ്ങൾക്കിടയിലും അഭിപ്രായ സമന്വയത്തിനും ഐക്യത്തിനുമുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗാണ് സുന്നി ഐക്യത്തിന് കൂടുതൽ പരിശ്രമിച്ചത്. സമസ്തയുടെ ഐക്യം സഫലമായാൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ വൻ ശക്തിയായി നിലയുറപ്പിക്കാൻ കഴിയുമെന്നതായിരുന്നു ലീഗിന്റെ പ്രതീക്ഷ. EK വിഭാഗവും പച്ചക്കൊടി കാട്ടിയതോടെ ഐക്യത്തിനുള്ള ശ്രമങ്ങളും ശക്തമായി. ലീഗ് നേതാക്കൾ മർക്കസിലെ പരിപാടികളിൽ പങ്കെടുത്ത് സൗഹൃദം നെയ്തു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാന്തപുരത്തിന്റെ വാത്സല്യം മുസ്ലിം ലീഗ് തൊട്ടറിഞ്ഞു. എന്നാൽ പുതിയ സൗഹൃദത്തിന്റെ ഊടുംപാവും തകർത്തുകൊണ്ടാണ് തിരികേശ വിവാദം ആളിക്കത്തിയത്. EK വിഭാഗത്തിന്റെ ശക്തമായ നിലപാട് അഭിപ്രായ വ്യത്യാസം അതിരൂക്ഷമാക്കി. ഐക്യശ്രമങ്ങൾ പാളി. ഒന്നടങ്കം ഈ എല്ലാ സുന്നി പ്രസ്ഥാനങ്ങളെയും മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരത്തുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ നേതാക്കൾ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ മുടി വിവാദത്തോടു കൂടി അതിനുള്ളൊരു സാധ്യത അടഞ്ഞിരിക്കുകയാണ്. കാരണം അവർ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഐക്യത്തിൻ്റെ ഒരു അവസരം ഉണ്ടായി വരുമായിരുന്നെങ്കിൽ അതെല്ലാം ഇതോടുകൂടി അവസാനിക്കുന്നതാണ്. കാരണം പാണക്കാട് തങ്ങന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ളൊരു സൗഹാർദ്ദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ കാന്തപുരവും ഒരു പരിധിവരെ സുന്നി ഏകീകരണത്തിന് വേണ്ടി ഒരു കാൽവയ്പ് അദ്ദേഹം നടത്തിയതുമാണ്. ഒരുപക്ഷേ ഈ തിരുകേശ വിവാദം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ സുന്നികളുടെ ഏകീകരണം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. മർക്കസുമായി ലീഗ് പുലർത്തിയ സൗഹൃദം വിലക്കപ്പെട്ടു. കാന്തപുരവുമായി അടുക്കാനുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ശ്രമങ്ങളെ സമസ്തയുടെ മുഷാവറ ശക്തമായി വിമർശിച്ചു. കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കാതിരിക്കാനുള്ള ജാഗ്രതയും EK വിഭാഗം പുലർത്തുന്നുണ്ട്. തിരികേശ വിവാദം തുടരുന്ന പശ്ചാത്തലത്തിൽ സുന്നി ഐക്യമെന്നത് അടഞ്ഞ അധ്യായമായി തന്നെ കാണേണ്ടി വരും. തിരുകേശ വിവാദം EK AP വിഭാഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. പ്രശ്നപരിഹാരമെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എങ്കിലും തർക്കങ്ങളും വിവാദങ്ങളും അവസാനിപ്പിച്ച് ഇരുവിഭാഗം സുന്നികളും യോജിപ്പിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സ്വലവാതുല്ലാഹ് അലൈക, യാ ഹബീബ് സലാം അലൈക, സ്വലവാതുല്ലാഹ് അലൈക.